ആദർശിന്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിന്റെ പേരാണ് ശ്വേത. ആ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ ആദർശേ നീ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കാത്തത്, എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സോറി ശ്വേത, ഇവിടെ അനിയന്റെ കല്യാണമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് ആ കല്യാണത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്, അല്ലാതെ മനഃപൂർവ്വം അല്ലാന്ന് പറയുന്നുണ്ട്. ശരി ശരി, വക്കീലിനെ കാണുന്ന കാര്യമൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞതല്ലേ, ഇപ്പൊ എന്താ ചെയ്യാ, ഡിവോഴ്സിന്റെ കാര്യങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടി എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ മൂവ് ചെയ്യാം, നീ ഇന്ന് തന്നെ വക്കീലിനെ ഒന്ന് കാണ്, എപ്പോഴാ മീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക എന്നൊക്കെ പറയാണ്. ഇവിടെ അമ്മ എങ്ങാനും നിന്റെ കാര്യം അറിഞ്ഞാൽ ആകെപ്പാടെ സീനാവും, അതുകൊണ്ട് ആരും അറിയാതെ വേണമെങ്കിൽ നിന്റെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാന്, അതുകൊണ്ട് നീ ഞാൻ വിളിക്കാം അങ്ങോട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് നയന അടുക്കളയിൽ ആദർശിന് വേണ്ടി കോഫി ഇടുകയായിരിക്കും. അങ്ങനെ കോഫി ഇട്ടുകൊണ്ട് നേരെ ആദർശിന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഥ തുറക്കുമ്പോഴേക്കും നയന ഇങ്ങനെ കാണുന്നുണ്ട്. ആദർശ് പെട്ടെന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട്, ശരി ശ്വേത, ഞാനെങ്കിൽ പിന്നെ വിളിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ നയനെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ വിളിക്കാന്ന് പറയുന്നത് കേട്ടോ. നയന വന്നിട്ട് പറയാണ്, ഇന്ന് ആദർശ് ഇട്ടാ കോഫി എന്ന് പറയുമ്പം എനിക്ക് കോഫി വേണ്ട, ഓഫീസിൽ അത്യാവശ്യമായിട്ട് കോള് വന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, അർജന്റ് വർക്കാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനെല്ലാം അടുക്കി പറക്കി വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാവാണ്. ഈ സമയം നയന മനസ്സിൽ കരുതുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പാഴ്സൽ എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് പോകാം എന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നയന അടുക്കളയിൽ പോയിട്ട് വളരെ ധൃതിയിൽ അവനോട് ഫുഡൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി ഒരു ക്യാരേജ് നിറച്ച് ഉണ്ടാക്കി വെച്ച് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. അങ്ങനെ നയന ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് പോവാണ്. ഈ സമയത്ത് ആദർശ് അവന്റെ വണ്ടിയും കൊണ്ട് പോകുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്വേത വരുന്നുണ്ട്. ശ്വേതനെ കാറിൽ കൂട്ടിക്കൊണ്ട് ആദർശ് പോവാണ്. കണ്ടുടനെ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തായി ശ്വേത, എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വക്കീലിനെ കണ്ടിട്ടുണ്ട്, വക്കീലിനെ മീറ്റ് ചെയ്യാന്നാ പറഞ്ഞത്, അയാളെ വരാന്ന് പറഞ്ഞു എന്നൊക്കെ പറയാണ്. എനിക്ക് ഒട്ടും ടൈമില്ല, നിനക്കറിയാമല്ലോ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഡീലാകണം എന്നൊക്കെ പറയാണ്. എന്നിട്ട് ആദർശോട് ചോദിക്കുകയാണ്, ഇത്രയും നാൾ ഡിവോഴ്സ് നടപ്പം എനിക്ക് അതിൻ്റെ ഒരു ഇതറിഞ്ഞില്ല, പക്ഷെ ഇത്ര പെട്ടെന്നായപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് പോലെ ആദർശ് നീ കൂടെ ഉള്ളത് എനിക്കൊരു ധൈര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ലടോ, എല്ലാം ശരിയായിട്ട് വരും എന്ന് ആദർശ് ശ്വേതയോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്വേത സംസാരിക്കുന്നിരുന്ന സമയത്ത് നമ്മുടെ നയനയും അതേ വഴി തന്നെ ക്രോസ് ചെയ്ത് പോവാണ്. പെട്ടെന്നായിരിക്കും നയന പോയിക്കൊണ്ടിരുന്ന വണ്ടി, അതായത് ഓട്ടോ ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നത്. അപ്പോഴേക്കും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയ മേഡം എന്ന് പറയാൻ, ഇപ്പൊ തന്നെ ശരിയാക്കാമെന്നും പറഞ്ഞിട്ട് അയാൾ വണ്ടി ശരിയാക്കുന്നുണ്ട്. ഈ സമയത്ത് നയന ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കായിരിക്കും. അപ്പൊ ഈ ശ്വേതയുടെ ഫോണ് താഴെ പോകുന്നതുകൊണ്ട് തന്നെ ശ്വേത ഇങ്ങനെ കുനിഞ്ഞ് ഫോൺ എടുക്കുന്ന സമയത്തായിരിക്കും ആദർശ് അതിൽ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ നയന നോക്കുമ്പോഴേക്കും വണ്ടിക്കകത്ത് ശ്വേതനെ കാണുന്നില്ല, ആദർശിനെ മാത്രമേ കാണുന്നുള്ളൂ. ആദർശത്തിന് അത്യാവശ്യമായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് എത്ര നേരമായി, എന്നിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എന്താ, ഓഫീസിലേക്ക് ഇത് പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് നയന വിളിക്കുകയാണ്. വിളിച്ചിട്ട് ആദർശിട്ട എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ ഓഫീസിലാണ്, അത്യാവശ്യം ഒരു മീറ്റിംഗിലാ, നീ ഫോൺ കട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ കട്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനാളിലേക്കാണ്, ഇവിടെ നിന്നിട്ട് എന്തിനാ ഓഫീസിലാണെന്ന് ആദർശിട്ടൻ കള്ളം പറയുന്നത്, അതിന്റെ കാര്യം എന്താ, അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ലായിരുന്നല്ലോ, എന്താ ഇപ്പൊ പറ്റിയെന്ന് അവളെ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ ഓട്ടോ ശരിയായി മേഡം എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിക്കുകയാണ്. നയന അങ്ങനെ ആ ഫുഡായിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം ആദർശും ശ്വേതയും കൂടി പോകുന്ന വഴിക്ക് ആ വക്കീൽ വിളിച്ചിട്ട് ഓഫീസിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, നമുക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആദർശ് ശ്വേതനെയും കൂട്ടി അവന്റെ ഓഫീസിലേക്ക് പോവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വക്കീലും വരുന്നുണ്ട്. ഇവിടെ നിന്ന് സൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ശ്വേതർ സൈനൊക്കെ മേടിച്ചിട്ട്, നിങ്ങൾ പേടിക്കും വിഷമിക്കൊന്നും വേണ്ട, ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡീൽ ചെയ്തോളാം, എല്ലാം അതിന്റെ വഴിക്ക് തന്നെ നടക്കും, പിന്നെ ഇതൊരു മ്യൂച്വൽ കൺസേൺ ആയതുകൊണ്ട് വലിയായിട്ട് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാകുമെന്ന് അയാൾ പറയാണ്. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് ശ്വേത പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇതാക്കി എടുക്കണം, അങ്ങനെ ഈ ഒരു തൊല്ല അങ്ങനെ നമുക്ക് പോയി കിട്ടണം എന്നൊക്കെ പറയാണ്. അയാൾ പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ചില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം, എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് മേടിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അങ്ങനെ നയന റൂമിലേക്ക് വരാൻ, ആ ഒരു ഓഫീസിന്റെ റൂമിലേക്ക് വരാൻ വേണ്ടി റെഡിയാകുമ്പോൾ അവിടെ നിന്ന് മീറ്റിംഗിൽ ആദർശം നിൽക്കുന്ന കണ്ടിട്ട് അവൾ ആ ഒരു ക്യാരേജൊക്കെ ആയിട്ട് അവിടെ വാതിക്കൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ആദർശം ഒന്ന് വരുന്നത് നോക്കിയിട്ട്. ഈ സമയത്തായിരിക്കും അപ്പോഴേക്കും അവിടെ നിന്ന് വക്കീൽ ഇറങ്ങി പോകുന്നത്. വക്കീലിനെ ഇങ്ങനെ നയനെ ഒന്ന് നോക്കുന്നുണ്ട് സംശയത്തോടെ. നയന ഓർക്കാണ്, അദ്ദേഹം അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ വന്നു, എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ എന്ന് അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശിന്റെ മുറിയിൽ ശ്വേതയും ആദർശം മാത്രം ഇരിക്കുകയാണ്.
ശ്വേത പറയാണ് ഒരുപാട് നന്ദിയുണ്ട് ആദർശ്, നീയാ എല്ലാത്തിനും കൂടെ വന്നത്, ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്നൊക്കെ പറയാണ്. എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് അവള് പറയാണ്. ആദർശ് ശരി എന്നാൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് അവനും അവളെ ഇങ്ങനെ യാത്രയാക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ശ്വേതയും ആദർശ് ഇങ്ങനെ ഒരുമിച്ച് നടന്നിറങ്ങി പോകുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ അത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശ് ഇങ്ങനെ അവളെയും കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് അവളുടെ തോളിലൊക്കെ കൈവച്ചിട്ട് ശരി എന്നാല് നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം പെട്ടെന്ന് നടക്കും എന്നൊക്കെ പറയുന്നതും നയന ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് അവളെ ഇങ്ങനെ ഒരു വണ്ടിയിൽ കയറ്റി വിട്ട് ഓക്കെ എന്നും പറഞ്ഞ് ഡ്രൈവറിന്റെ കൂടെ അവളെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ആദർശ് തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ നേരമായിരിക്കും നയനെ കാണുന്നത്. നയനെ കണ്ടപാടെ ആദർശ് ഒന്ന് ഷോക്കായി നിൽക്കാണ്. അല്ല നീ എന്താ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാന് ആദർശേട്ടൻ രാവിലെ കോഫിയിലും കുടിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാന് ആദർശേട്ടനുള്ള ഫുഡുമായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അല്ല ഞാൻ മുമ്പേ കണ്ടു ആദർശേട്ടൻ റോഡിൽ നിൽക്കുന്നത്, ഞാനപ്പോ ഓട്ടോയിൽ വന്നോണ്ടിരിക്കായിരുന്നു, അവിടെ വെച്ചിന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ആ സമയത്ത് ആദർശിനെ വിളിക്കുന്നത്, വിളിച്ച പാടെ തന്നെ ആദർശേട്ടൻ പറഞ്ഞത് ഞാൻ ഓഫീസിൽ മീറ്റിംഗിലാണ്, അവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഞാൻ വഴിയിൽ കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നീ എന്നെ ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചതല്ല, ആദർശേട്ടാന്ന് വിളിച്ചപ്പോൾ തന്നെ ആദർശേട്ടൻ ഇങ്ങോട്ടാണ് പറഞ്ഞത് ഞാൻ ഓഫീസിൽ മീറ്റിംഗിലാണ്, അത്യാവശ്യം മീറ്റിംഗിലാ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നപ്പോ ഇതാ നിങ്ങളുടെ ഒരു മീറ്റിംഗിലുണ്ട്, അതാരാ പോയ പെണ്ണ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിനക്ക് ആവശ്യമാത്ത ജോലിയാ, നീ ഫുഡും കൊണ്ട് വന്നാണെങ്കിൽ വന്നിട്ട് പൊക്കോണം എന്ന് പറയുന്നുണ്ട്. അതൊന്നും ആവശ്യമായിട്ട് ശരിയാവുക, ഞാൻ ആവശ്യമായിട്ട് വൈഫല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് തന്നെ ഇവരിങ്ങനെ മ്യൂച്വൽ കൺസേണിന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നതും എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് സ്പീഡപ്പ് ആക്കണം എന്നൊക്കെ പറയുന്നതും നയന കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ഡിവോഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും നയന ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തായിരിക്കും മ്യൂച്വൽ കാര്യം. ഈ ആദർശേട്ടൻ പറഞ്ഞല്ലോ എന്തോ ജ്വല്ലറിയുടെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരാണെന്ന്, എന്നിട്ട് അയാളും ആ പെണ്ണും പറഞ്ഞ് ഞാൻ കേട്ടതാണല്ലോ ഡിവോഴ്സിന്റെ കാര്യവും മ്യൂച്വലിന്റെ കാര്യവും എത്രയും പെട്ടെന്ന് ശരിയാക്കിടണം എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ കേട്ടതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ നയയുടെ മനസ്സിലേക്ക് വലിയൊരു പ്രശ്നവും വലിയൊരു ഭാരവും കടന്നുകൂടിയാണ്. ഇനി ആദർശയുടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ കാര്യം ഇനി എന്നെ കുറിച്ചാണോ? ആ വന്നിട്ട് പോയവരാരായിരിക്കും? ആദർശയുടെ ഇങ്ങനെ ആദ്യമായിട്ട് കള്ളത്തരം പറഞ്ഞത്, ഇന്ന് അവർ ആദർശയുടെ ഒരു കള്ളത്തരം ചെയ്തിട്ടോ കാണിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. പിന്നെ എന്തായിരിക്കും ആദർശത്തിന് ഇപ്പൊ ഇങ്ങനെ കാണിക്കാനുള്ള കാരണം? എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ വല്ല ആണോ എന്നൊക്കെ ഓർത്ത് നയന വല്ലാണ്ട് അങ്ങ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. രാവിലെ കോഫി പോലും കുടിക്കാതെ വീട്ടിൽ നിന്നും അത്യാവശ്യമാണെന്ന് പറഞ്ഞു പോയതാ. അപ്പൊ തന്നെ ഏതോ ഒരു കോള് വന്നപ്പോ തന്നെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ ആവശ്യമായിട്ടും കട്ടാക്കുകയും ചെയ്തു. എന്തായിരിക്കും ഇതിന്റെയൊക്കെ പിന്നുള്ള രഹസ്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നയന വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിയാണ് കേട്ടോ ഈ ശ്വേതയുടെ പ്രശ്നം വല്ലാണ്ട് അങ്ങ് വളർന്ന് വലുതാവും. ആദർശ് നയനെ മൈൻഡ് ഒന്നും ചെയ്യാതെ സ്വാതിയുടെ കാര്യം തന്നെ നോക്കി നടക്കുകയൊക്കെ ചെയ്യട്ടോ. അപ്പൊ ഇതൊക്കെ തമിഴിൽ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫേക്ക് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് പലരും താഴെ കമന്റ് ഇടുന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ഇതിന് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ പോയി കണ്ടതിന് ശേഷം മാത്രം ഞങ്ങൾ ഇരുന്നത് ഫേക്ക് ആണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മളപ്പോ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഇത് കണ്ടിട്ടൊക്കെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിലാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിനൊന്ന് റെസ്പെക്ട് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ലൈക്കായിട്ട് നിന്ന് സബ്സ്ക്രൈബ് ആയിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.